മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെയും അതിൻ്റെ ഉദ്ഭവ കേന്ദ്രത്തിൻ്റെയും കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന് ഏറ്റവും വടക്ക് ആച്ചെ പ്രദേശത്തിനോട് ചേർന്ന കടലിനടിയിൽ അന്നേ ദിവസം പുലർച്ചെ ഒരു ഭീകര പ്രതിഭാസമുണ്ടായി. വർഷങ്ങൾ കൊണ്ട് പതിയെ മൂവ് ചെയ്യുന്ന ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ സ്ഫോടനാത്മക ശക്തിയിൽ അന്നവിടെ തെന്നിമാറി. അത് കടലിനടിയിലും ആ പ്രദേശത്തോട് ചേർന്ന ഭാഗങ്ങളിലും 9.3 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ അതിഭീകരമായ ഭൂമികുലുക്കമുണ്ടായി. രാവിലെ ഉണ്ടായ ആ ഭീകരമായ ഭൂമികുലുക്കത്തിന്റെ ഞെട്ടലോടെയാണ് ആച്ചെ നഗരവും അതിൻ്റെ പരിസര പ്രദേശവും അന്ന് കണ്ണു തുറന്നത്. ജീവിതത്തിൽ ആദ്യമായാണ് അവർ ഇത്രയും വലിയൊരു ഭൂമികുലുക്കത്തെ അനുഭവിക്കുന്നത്. വീടുകളിൽ നിന്നും മറ്റും ഓടിയിറങ്ങിയവർ റോഡുകളിലും തുറസായ പ്രദേശങ്ങളിലും അഭയം പ്രാപിച്ചു. അതിൽ നിരവധി പേർ ഓടിയെത്തിയത് കടൽ തീരത്തോട് ചേർന്ന തുറസായ ബീച്ച് മേഖലകളിലേക്കുമായിരുന്നു. പക്ഷേ ഉൾക്കടലിൽ രൂപം കൊണ്ട മറ്റൊരു ഭീകര സത്വത്തെ അവരാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പതിവിന് വിപരീതമായി കടൽ പെട്ടെന്ന് തന്നെ കിലോമീറ്ററുകൾ ഉൾവലിഞ്ഞത് അവരിലെല്ലാവരിലും അത്ഭുതം ജനിപ്പിച്ചു. വെള്ളമില്ലാതായതോടുകൂടി ചെളിയിൽ കുടുങ്ങിപ്പോയ കടൽ ജീവികളെയും മീനുകളെയും പെറുക്കാൻ അവർ കൂട്ടത്തോടെ കടലിലേക്ക് ഇറങ്ങി. ഭീകരമായ ഭൂമികുലുക്കം കടലിൽ സുനാമി എന്നൊരു ഭീകരനെ ഉണ്ടാക്കുന്ന കാര്യം അവരാരും അറിഞ്ഞില്ല. ആ രാക്ഷസ തിരമാലകൾ ആ നാടിനെ ഒന്നാകെ വിഴുങ്ങാനായി കരയിലേക്ക് കുതിച്ചു വരുന്നുണ്ടായിരുന്നു. തീരം തൊടുന്നതിന് തിരകളുടെ വലിപ്പം കൂടിക്കൂടി വന്നു. സുനാമിയുടെ വലിപ്പവും അതിൻ്റെ ഭീകരതയും നേരിട്ടറിയാവുന്നവർ അവർക്കിടയിൽ ആരുമുണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പ്രതിഭാസം അവർ നേരിൽ കാണുന്നത്. തെങ്ങുകൾക്കും ഉയരെ പാഞ്ഞെടുത്ത തിരകൾക്കു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്കാർക്കും ആവുന്നുണ്ടായിരുന്നില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ തിരകൾ തീരത്തു നിന്നും കിലോമീറ്ററുകളുള്ളിലുള്ള ആച്ചെ നഗരത്തിലേക്ക് പാഞ്ഞെടുത്തു. മുൻപിലുണ്ടായിരുന്നതിനെയെല്ലാം നക്കിത്തുടച്ച് ആ രാക്ഷസ തിരമാലകൾ ആ നാടിനെ ഒന്നാകെ വിഴുങ്ങാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നോ എവിടേക്കോടണമെന്നോ അറിയാതെ ബന്ദയാച്ചയിലെ ജനങ്ങൾ ആ തെരുവീഥികളിലൂടെ അലറി വിളിച്ചു കൊണ്ടു പാഞ്ഞു. പക്ഷേ അധിക നേരമൊന്നും അവർക്ക് ആ തിരകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിരുന്നില്ല. വെള്ളം മാത്രമല്ല, കൂടെ കൊണ്ടുവന്ന കടലിലെയും അതുപോലെ തന്നെ ആ ഒരു ടൗണിലെയും മറ്റു വസ്തുക്കൾ അവരെ ഒന്നാകെ ഇഞ്ചിഞ്ചായി കൊന്നു. പിടിച്ചു നിൽക്കാൻ ചെറിയ കച്ചിത്തുരുമ്പ് കിട്ടിയ ആളുകൾക്ക് തങ്ങളുടെ ബന്ധുമിത്രാദികളെ ആ രാക്ഷസത്തിരകൾ കൊണ്ടുപോകുന്ന കാഴ്ച നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മനുഷ്യരാശി അന്നോളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അന്ന് ആ നാടിനെയും അവിടുത്തെ ആളുകളെയും ഒന്നാകെ ഇല്ലാതെയാക്കുകയായിരുന്നു. മിനിറ്റുകൾ കൊണ്ട് കടലിൽ നിന്ന് കൊണ്ടുവന്ന പലതും കരയിൽ ഉപേക്ഷിച്ച് കരയിലെ പലതും എടുത്ത് ആ തിരകൾ കടലിലേക്ക് തന്നെ തിരിച്ചൊഴുകി. ആ നഗരത്തിൽ പിന്നീട് ബാക്കിയായത് മരണത്തിനും വേണ്ടാത്ത കുറച്ചു മനുഷ്യരും അവരുടെ വിലാപങ്ങളും മാത്രമായിരുന്നു. സുനാമി ജനിച്ച ആ ദുരന്ത ഭൂമിയിലൂടെ അവിടുത്തെ ആളുകളുടെ വിലാപങ്ങളിലൂടെ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. സ്വന്തം നാടിനെയും ഇവിടുത്തെ നാട്ടുകാരെയും നക്കി തുടച്ചിട്ട് സുനാമി എന്ന് പറയുന്ന ആ ഒരു ഭീകരൻ ഇതിലെ കടന്നുപോയപ്പം ഇവിടെ ബാക്കിയായത് ഇവിടുത്തെ ഒരു മോസ്കും പിന്നെ അതിജീവിച്ച കുറച്ച് മനുഷ്യരുമാണ്. ഈ നാടിൻ്റെ ഓർമ്മകൾ, ഇവിടെ അന്ന് ഇവരനുഭവിച്ച സ്ട്രഗിൾസൊക്കെ എത്രമാത്രമാണ് എന്നറിയിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയമാണ് ഇന്ന് ഈ ഒരു ആച്ചയിൽ വരുന്ന ഏതൊരു വിനോദസഞ്ചാരിയും കാത്തിരിക്കുന്നത്. ആധുനികമായ രീതിയിൽ നിർമ്മിച്ചേക്കുന്ന ഈ ഒരു മ്യൂസിയത്തിൽ ഇവിടുത്തെ സുനാമിയുടെ ദുരന്തത്തിൻ്റെ ഭീകരത വിളിച്ചോതുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഈ ഒരു നാടിനെ നമ്മൾ നടന്നു കാണാൻ പോവുകയാണ്. സുനാമി ബാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ എന്തൊക്കെയാണ് എന്നത് നേരിട്ട് കാണാൻ വേണ്ടി. രാവിലെ തന്നെ എണീറ്റ് നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് മുമ്പിലുള്ള ചായക്കടയിൽ ചായ കുടിക്കാനായിട്ടാണ് ആദ്യം വന്നത്. ആ ചുവരിനേക്കാൾ ഹൈറ്റിൽ തിരകൾ അന്നിവിടെ എത്തിയിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഇന്നേ ദിവസം ആദ്യം തന്നെ ആ നാട് തന്ന ഞെട്ടൽ ഇതായിരുന്നു. ആ സുനാമിയെ അതിജീവിച്ച മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ച് ഞാൻ നേരെ ഒരു ഓട്ടോ പിടിച്ചു. ഇതാണ് ഇവിടുത്തെ ഓട്ടോ വരുന്നത്. ഇത് പിടിച്ചിട്ടാണ് ഞാൻ നേരെ നമ്മളുടെ മ്യൂസിയത്തിലേക്ക്, തുടക്കത്തിൽ ഞാൻ ഉണ്ടായ സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു ബൈക്ക് അതിനോട് ചേർന്ന് കണക്ട് ചെയ്തേക്കുന്ന നമുക്കിരിക്കാൻ പറ്റുന്ന ഒരു 2 പേർക്ക് ഇവിടെയും ഒരാൾക്ക് അവിടെയും ടോട്ടൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നമ്മളുടെ ഓട്ടോ പോലൊരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ വാഹനം. ഇതിൻ്റെ മേലഭാഗമെല്ലാം കണ്ടത് നിങ്ങൾ ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടാണ് മഴയൊന്നും നനയാതിരിക്കാൻ വേണ്ടി സെറ്റാക്കി വെക്കുന്നത്. എല്ലാത്തിനും മൂകസാക്ഷിയായിരുന്ന ബൈത്തുറഹ്മാൻ മസ്ജിദ് ഇന്നും തലയെടുപ്പോടെ ആ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓടി സുനാമി മ്യൂസിയത്തിൻ്റെ മുൻപിലേക്കെത്തി. സുനാമി ജനിച്ച മണ്ണിൽ തന്നെ അതിൻ്റെ ഭീകരത പറഞ്ഞറിയിക്കാൻ ഇങ്ങനൊരു മ്യൂസിയം അത്യാവശ്യമാണ്. ഉണ്ടല്ലോ 22,000 രൂപ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. തുടക്കത്തിൽ തന്നെയുള്ളൊരു കാഴ്ചയുണ്ടല്ലോ, അന്നത്തെ അതിൽ തകർന്ന ഇവിടുത്തെ പോലീസിൻ്റെ ഹെലികോപ്റ്ററാണ് കേട്ടോ. എൻ്റെ അമ്മ അറിഞ്ഞം പറഞ്ഞാക്കി കളഞ്ഞല്ലോ. നമ്മൾ ആദ്യമേ കയറി വരുന്നു തന്നെ അമ്മേ
ഒരു വെള്ളമൊക്കെ വീഴുന്നൊരു സ്ഥലമാണ്. സുനാമിയുടെ സൗണ്ടാണോ? ദൈവമേ. ആ ഇടനാഴിയിലൂടെ നടന്ന് നമ്മൾ ആദ്യമായി എത്തിച്ചേരുന്നത് അന്നത്തെ ആ ഒരു ദുരന്ത നിമിഷങ്ങളുടെ കാഴ്ചകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഗാലറിയിലേക്കാണ്. അവിടെ അന്നത്തെ ആ ഒരു സംഭവങ്ങളുടെ ഒക്കെ ഫോട്ടോകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും അതിനിടയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ആ ദുരന്ത ഭൂമിയിലൂടെ നമ്മൾ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ളിലുണ്ടാകുന്നത്. അന്നത്തെ ആ ഒരു ഭീകരതയുടെ പേടി പതുക്കെ അരിച്ചരിച്ച് നമ്മളിലേക്കും എത്തിച്ചേരും. സുനാമി എന്ന ആ മൂന്നക്ഷരം എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയും. ഈ നാട് എത്രമാത്രം തകർന്നു പോയി എന്നത് നമുക്ക് നേരിൽ കാണാനാവും. ആ ഒരു ദിവസമുണ്ടല്ലോ, രക്ഷാപ്രവർത്തനത്തിന് ആനകളും വലിയൊരു പങ്ക് വഹിച്ചു കേട്ടോ. വലിയ വലിയ കെട്ടിടങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മാറ്റാനൊക്കെ ആയിട്ട് ആനകളാണ് സഹായിച്ചത്. അവിടെ നിന്നും ഇറങ്ങി നമ്മൾ പിന്നീട് എത്തിച്ചേരുന്നത് ഒരു മുറിയിലേക്കാണ്. അന്നേ ദിവസം അവിടെ മരിച്ച ആളുകളുടെ പേരുകൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുള്ള ഒരു മുറി. ഒരു കിണറിന് താഴെ നമ്മൾ നിൽക്കുന്ന പ്രതീതിയാണ് അവിടെ നിന്നുണ്ടാവുന്നത്. മുകളിലായിട്ട് നമുക്ക് മുമ്പിൽ ജീവിതത്തിൻ്റെ പ്രതീക്ഷ, വെളിച്ചം. പിന്നീട് നേരെ നടന്നെത്തുന്നത് പീസ് ബ്രിഡ്ജിലേക്കാണ്, സമാധാനത്തിൻ്റെ പാലത്തിലേക്ക്. ആ ദുരന്തത്തിന് ശേഷം കരകയറാൻ ലോകരാജ്യങ്ങൾ ആച്ചയെ സഹായിച്ചതിൻ്റെ പ്രതീകമായിട്ടുള്ളത്. അന്നത്തെ ദിവസം തകർന്നു പോയൊരു ട്രക്കിൻ്റെ അവശിഷ്ടം കണ്ടങ്ങൾ. എങ്ങനെയാണ് ആ ട്രക്ക് കിടക്കുന്നതെന്നുള്ളത്. ട്രക്ക് കുറച്ച് മരത്തിൻ്റെ ഇത്. പിന്നീട് നമ്മളെത്തുന്നത് ഒരു വീഡിയോ ഗ്യാലറിയിലേക്കും. അതുകൂടാതെ ആ ഒരു ദുരന്തത്തിന് ശേഷം വലിയ കൊടിയ പകർച്ചവ്യാധികൾ അവിടേക്ക് പടർന്നു പിടിച്ചിരുന്നു. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത പ്രിവെൻഷൻ, വാക്സിനുകളുടെ ചികിത്സ, അതൊക്കെയായിരുന്നു. മലിനീകരിക്കപ്പെട്ട കുടിവെള്ള സ്രോതസ്സുകളും പഴയ പോലെയാക്കാൻ വലിയ ശ്രമം തന്നെ വേണ്ടിയിരുന്നു. പിന്നെ മറ്റൊരിടത്ത് അന്നത്തെ ദിവസത്തെ ചിത്രീകരിച്ച വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. ആ ദുരന്ത ദിവസം എന്താണ് എക്സാക്റ്റ് ഈ ഒരു ബന്ദേയാച്ചെ നഗരത്തിൽ നടന്നതെന്നും ഈ ഒരു ബന്ദേയാച്ചെ നഗരത്തിൻ്റെ അന്നത്തെ കാഴ്ച എന്താണ് എന്നുള്ളതും. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് വലിയൊരു കടൽ തീരത്ത് എന്ന പോലുള്ള ഒരു കൂറ്റൻ സ്ക്രീനിന് മുൻപിലേക്കാണ്. ഇവിടെ നിന്നാൽ നമുക്കറിയാൻ പറ്റും അന്ന് കടൽ തീരത്തുണ്ടായിരുന്നവർ എത്രമാത്രം ഭീകരതയാണ് നേരിൽ കണ്ടത് എന്നുള്ളത്. ഉൾവലിഞ്ഞു പോയതിന് ശേഷം കടൽ തിരകൾ തിരിച്ചു വന്നത് ഇതുപോലെയായിരുന്നു. ആർത്തലച്ച് കടലിനുള്ളിലുള്ള എല്ലാ കല്ലും മണ്ണും ഒക്കെ കൊണ്ട് തീരത്തെ മലനിരകളെ വരെ വിഴുങ്ങിക്കൊണ്ട് കരയിലേക്ക് ആഞ്ഞടിച്ചു. അന്നുള്ളവർ ഇതുപോലെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിത്താന്നുപോയി. പിന്നെ നമ്മൾ എത്തുന്നത് അന്നേ ദിവസം അവിടെ നിന്നും കളക്ട് ചെയ്ത തകിടമായ തവിടുപൊടിയായ വണ്ടികളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളും വീടുകളും ഒക്കെയുള്ള ഒരു ഏരിയയിലേക്കാണ്. ആ വെള്ളത്തിന്, ആ തിരകൾക്ക് എത്രമാത്രം ഭീകരതയുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഈ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു സുനാമി മ്യൂസിയം സ്ഥാപിച്ചേക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇനിയും നമുക്ക് അടുത്ത ആദ്യ കാഴ്ചയുണ്ട്. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ഇവരുടെ പ്രധാനപ്പെട്ട പൊതുപരിപാടികളും അതുകൂടാതെ മിലിറ്ററി പരേഡുകളും അങ്ങനെ എന്തോ ഒരു പരേഡ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മിലിറ്ററി ആയിട്ടുള്ള ആളുകളൊക്കെ കാണാൻ പറ്റുന്നത്. ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഈ സുനാമിയുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മിതിയുണ്ട്. കടൽ തീരത്ത് നിന്ന് മാറി ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു ഭാഗമുള്ളത്. ഈ ഒരു ഭാഗത്തും ഈ കാണുന്ന ഇത് കണ്ട ആ ഒരു മാർക്കിനൊക്കെ മേലെയായിട്ട് ആ കവാടത്തിനോളം ഒപ്പം വെള്ളം വന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്രമാത്രമായിരുന്നു അന്നത്തെ തിരകളുടെ ഭീകരത ഉണ്ടായിരുന്നു എന്നത്. ഇവിടെ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലും ഈ ആ ഒരു തിരമാലകളുടെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മാർക്ക് ചെയ്തേക്കുന്ന തൂണുകൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ നമുക്ക് അതുപോലൊക്കെയുള്ള ഒന്ന് തപ്പി കണ്ടുപിടിക്കാൻ ശ്രമിക്കാം കേട്ടോ. സുനാമി ദുരന്തം വന്നു പോയിട്ട് ഇന്നേക്ക് 21 വർഷത്തിന് മേലെയാകുന്നു. ഈ മരങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഈ മരങ്ങൾക്കൊക്കെ എന്തായാലും അതിനും മേലെ വർഷങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മരത്തിലൊക്കെ കയറി നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഉണ്ടാവണം ചിലപ്പോൾ. അന്നത്തെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത് നമ്മളുടെ ഇന്തോനേഷ്യൻ എയർഫോഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആദരസൂചകമായിട്ട് അവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എയർഫോഴ്സ് വിമാനം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ. അതുകൂടാതെ ഇതിനോട് ചേർന്ന് ഈ കാണുന്നതൊരു സുനാമി മോണിമെൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കാണുന്നതും ശരിക്കും ഒരു തിരമാലകളുടെ രൂപമാണ് കേട്ടോ. കടൽ തിരകൾ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ വഹിച്ച് വന്ന് നിറഞ്ഞ ഈ ഒരു ഗ്രൗണ്ട് ഭാഗത്തോടെ വീണ്ടും ഞാൻ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഉണ്ടല്ലോ ആ ഒരു സുനാമിയുടെ ശേഷിപ്പുകൾ പലതും ഇന്നുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു നഗരത്തിലൂടെ നടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇന്ന് ശരിക്കും അന്നത്തെ ആ ഒരു ദുരന്തം സംഭവിച്ച സമയത്ത് ലോകം മുഴുവന് നമ്മളുടെ ഇന്തോനേഷ്യയെ സഹായിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി സൂചകമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇതുപോലുള്ള പല രാജ്യങ്ങളുടെ ഫലകങ്ങൾ ഇങ്ങനെ ഇവിടെ
സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് സഹായിച്ച രാജ്യങ്ങളാണ്. ഈ ഒരു ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് അതുപോലുള്ള രാജ്യങ്ങളുടെ ഒക്കെ പേരിലുള്ളതുണ്ട് കേട്ടോ. അന്ന് ആ ദുരന്തത്തിൽ നിന്ന് ഇന്തോനേഷ്യയെ കൈപിടിച്ചുയർത്തിയത് ഏകദേശം 53ഓളം രാജ്യങ്ങളാണ്. അപ്പം അവർക്ക് നന്ദി സൂചകമായിട്ടാണ് ഇവിടെ ഓരോ ഫലകങ്ങളും സ്ഥാപിച്ചേക്കുന്നത്. ആ രാജ്യങ്ങളുടെയൊക്കെ ലിസ്റ്റും അതുകൂടാതെ ഇവിടെയൊക്കെ സ്ഥാപിച്ചേക്കുന്നത് എന്നുള്ള ബോർഡും ഇവിടെയുണ്ട്. ഇതിൽ 19ാമത്തെ നമ്പറായിട്ട് നമ്മളുടെ ഇന്ത്യയും ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു പാർക്കിൽ നിന്നും വീണ്ടും പുറത്തേക്ക് ഇറങ്ങി തിര വന്ന വഴിയെ ഞാൻ തിരിച്ച് നടക്കുകയാണ് ശരിക്കും കടലിലേക്ക്. ഇവിടെ നിന്നൊരു 4.5 കിലോമീറ്ററോളം നടന്നാലാണ് നമുക്ക് കടലിൻ്റെ തീരത്തേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് ഞാനും നടക്കുന്നത്. ആ പോകുന്ന വഴിയിൽ ആ ഒരു ശേഷിപ്പുകൾ നമുക്ക് ഇന്നും കാണാൻ പറ്റും. ഈ ഒരു നഗരം റീബിൽഡ് ചെയ്തേക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ നഗരവഴിയിലൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലുള്ള ഈ ഉയരത്തിൽ പണിതേക്കുന്നത് ബസ് സ്റ്റേഷനാണ് കേട്ടോ. ബസ് കാത്തിരിപ്പ് കേന്ദ്രമേ. ഇത് എനിക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഹൈറ്റിൽ പണിതേക്കുന്നത് എന്നുള്ളത്. കൂടാതെ ഇതിലേ വരുന്ന ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല ഉയരമുണ്ട്. ഇത്രയും ഉയരത്തിൽ നിന്നും കയറാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു ബസ്സുകളും ഇന്ന് ഇവിടെ ഓടുന്നത്. മേ ബി ഇനിയിപ്പോൾ ഒരു ദുരന്തം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ബസ്സുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കൂടി ആയിരിക്കണം. കാരണം നോക്കൂ, ഇത് അത്യാവശ്യം 1 മീറ്ററിന് മേലെ ഹൈറ്റിലാണ് ഇതുകൊണ്ടാണ് ഇവിടുത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വരെ പണിതേക്കുന്നത്. അത്യാവശ്യം ഒരു വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. വെയിലിൻ്റെ കാഠിന്യം അതികഠിനമാണ്. എന്നാലും നമ്മൾ വെയിൽ കൊണ്ട് തന്നെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. മെയിൻ റോഡിൽ നിന്നും ഞാൻ ചെറിയൊരു ഇടവഴിയിലോട്ട് കയറി. ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ അതീവ പ്രാധാന്യമുള്ള ഒരു നിർമ്മിതിയിലേക്കാണ്. നമ്മളെ നേരെ വന്ന് കയറിയത് ഇതിവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. ഇന്ന് ഹോളിഡേ ആണ്, അതുകൊണ്ടാണ് കുട്ടികളൊന്നും ഇല്ലാത്ത. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള രസകരമായിട്ടുള്ള ഒരു സ്കൂളേ. രസകരമായ ആ ഒരു കാര്യം പറയുമ്പോഴും നമ്മൾ ഈ ഒരു സ്കൂളിലേക്ക് സുനാമിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് വരണം എന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? അതിനുള്ള ഉത്തരമാണ് ഇതുകൊണ്ട് നമ്മൾ വരണം എന്നുള്ളത്. ഇവിടെ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഇതാണ് സുനാമി പോള്. അതായത് സുനാമിയുടെ തിരകൾ അന്ന് വന്നതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോളെ. ശരിക്കും ഉണ്ടല്ലോ ഇതിന് ചുവട്ടിൽ ഞാൻ നിന്ന് വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു തിരമാലകൾ എത്രമാത്രം ഹൈറ്റിലായിരുന്നു വന്നതെന്ന് മനസ്സിലാകുക. നോക്കുക, അതിൻ്റെ ആ ഒരു നിരപ്പിൻ്റെ അത്രയും പോലും ഹൈറ്റ് എനിക്കില്ല. അതിനു മേലെ ഇത്രയധികം ഹൈറ്റിലാണ് അന്ന് തിരമാലകൾ ഇങ്ങോട്ടേക്ക് വീശി അടിച്ചത്. ഇതൊരു സ്കൂളാണ് കേട്ടോ. സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഒരു നില കെട്ടിടത്തിന് മേലേക്ക്, അതായത് സമുദ്ര തീരത്ത് നിന്നും അറൗണ്ട് ഇങ്ങോട്ടേക്ക് ഒരു 3.5 കിലോമീറ്റർ ദൂരം ഉണ്ടായിരിക്കണം. അത്രയും ദൂരത്തിൽ ഇത്രയധികം ഹൈറ്റിൽ തിരകൾ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഭീകരത, എൻ്റെ പൊന്നോ, എനിക്കിതിൻ്റെ ചൂട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ ഒരു വെള്ളം വരുന്നത്, ആ തിര ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ അടിച്ചു വരുന്നത്, ആളുകൾ കുട്ടികളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ ഓടുന്നത്, എൻ്റെ പൊന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ലത്. ഈ ഒരു നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള പോളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു നഗരഭാഗങ്ങളിലൊക്കെ എത്രത്തോളം ഹൈറ്റിൽ തിരമാലകൾ വന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകാനായിട്ട്. വീണ്ടും നമ്മൾ മുമ്പോട്ടേക്ക് ഇപ്പോൾ ഉണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഞാനും ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഫീൽ ചെയ്യാണ് ശരിക്കും ആ ഒരു തിരമാലകൾ നമ്മളെയും പിന്തുടരുന്ന പോലെ അത്രയും ഹൈറ്റിൽ. ശരിക്കും ഇനി നമ്മൾ ഈ ഒരു പുഴ വെറുതെ അല്ല ഇവിടെയെല്ലാം അങ്ങനെ വരുന്നത്. കാരണം ഈ ഒരു പുഴയെല്ലാം കണക്ട് ചെയ്യുന്നത് നമ്മളുടെ കടലുമായിട്ടാണല്ലോ. അപ്പം വെള്ളത്തിന് ഈസിലി കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴികളൊക്കെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തര സംശയവും വേണ്ട. പിന്നെ 2 കരകളിലായിട്ട് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അന്നത്തെ ദിവസം എത്രമാത്രം ഭീകരത തളം കെട്ടിക്കിടന്നിരുന്നു, അല്ലെങ്കിൽ ഭീകരത നടന്നിരുന്നു, അതൊന്നും ഒരിക്കലും ഒരു സിനിമയിലും ഒരു മീഡിയത്തിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഭീകരമായ രീതിയിലായിരുന്നു എന്നുള്ളത് ഇതിലേ വന്ന് ഇവിടെ നേരിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതിലും ഭീകരമായ ഒരു ഇടമാണ്. അങ്ങോട്ടേക്ക് നടക്കാം. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. 15 മിനിറ്റാണ് കാണിക്കുന്നത്. വെയിൽ പതുക്കെ കാർമേഘങ്ങൾ വന്ന് തടഞ്ഞിരിക്കുന്നു. ടൗണിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു മെയിൻ റോഡാണ്. ഇവിടെ നിന്ന് വീണ്ടും ഇതുപോലെ കവാടങ്ങളുണ്ടാവും കേട്ടോ. ചെറിയ ഈ ടൗണിനുള്ളിൽ തന്നെയുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു താമസിക്കുന്ന ഏരിയകൾ തമ്മിൽ തിരിക്കുന്ന ഇടങ്ങൾക്ക്. കൂട്ടത്തിൽ നമുക്ക് ഈ നാടിൻ്റെ ഈ ഒരു ടൗൺ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നൊക്കെ കാണാതെ ഇതുപോലുള്ള തകരം മേഞ്ഞ വീടുകളുമുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള വീടുകളാണ്. ഇവിടെയും നമുക്ക് കാണാം അതുപോലുള്ള വീടുകൾ, മാവ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ അതേ ക്ലൈമറ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള വൃക്ഷങ്ങൾ, ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഓടുമേഞ്ഞ നല്ല വീടുകളൊക്കെ കാണാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു വീടൊക്കെ കണ്ടോ നിങ്ങൾ?
ഇത് ശരിക്കും അന്നത്തെ ആ ഒരു ദുരന്തത്തിൽ തകർന്നു പോയ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ അതുപോലെ തന്നെ വെച്ചേക്കുന്നതാണ്. അതിന് മേലെ കൂടി ആളുകൾക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഗ്രില്ലിട്ട് തിരിച്ചേക്കുവാണത്. ശരിക്കും ഇവിടെ ഒരു മ്യൂസിയം, മറ്റൊരു മ്യൂസിയം കൂടിയുണ്ട്. അന്നത്തെ ആ ഒരു ദുരന്തത്തിൻ്റെ ഒരു പ്രദേശം ഇന്ന് ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. അന്ന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിയമായി നിലനിർത്തിയേക്കാണ് കേട്ടോ. ഇതെല്ലാം വീടുകളുടെ ചുവരുകളാണ്, ഒക്കെ കടലെടുത്തു കൊണ്ടുപോയി. കോൺക്രീറ്റ് മേൽക്കൂരകളും അടച്ചുറപ്പുള്ള ചുറ്റുമതിലുകളും ഒക്കെ ഉണ്ടായിരുന്ന വീടുകളായിരുന്നു. ഒക്കത്തിനെയും പക്ഷെങ്കിൽ ആ ഒരു തിരകൾ കൊണ്ടുപോയത് എത്ര എളുപ്പത്തിലാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ ഉണ്ടല്ലോ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു കപ്പലാണ്. അന്നത്തെ ആ ഒരു തിരമാല അടിച്ച് കൊണ്ടുവന്ന ഒരു കപ്പലിൻ്റെ രൂപം അതിവിടെയുണ്ട്. അതിപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയും വലിയൊരു കപ്പലിനെ ഇവിടെ കൊണ്ട് എത്തിക്കണമെങ്കിൽ എത്രമാത്രം ശക്തി ഉണ്ടാവണം ആ ഒരു തിരക്ക് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. സമുദ്ര തീരത്ത് നിന്നും ഏകദേശം 2.5 കിലോമീറ്ററിന് മേലെ ദൂരമാണ് ഇതുള്ളത്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് വീടുകളായിരുന്നു. ആ വീടുകളുടെ ഭിത്തിയും ചുമരും എല്ലാം തകർത്തുകൊണ്ടാണ് ഇവിടേക്ക് ആ ഒരു കടലിൽ നിന്നുള്ള വസ്തുക്കൾ ഒഴുകിയെത്തിയത്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു കപ്പൽ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പം എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു കപ്പൽ തന്നെയാണോ? ഇതൊക്കെ ഒഴുക്കി വരാൻ മാത്രമുള്ള സുനാമി തിരകൾക്ക് ശക്തി ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കി നിങ്ങൾ. ഇന്ന് ഇവിടെ ഈ ഒരു മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ വലിയൊരു മസ്ജിദിൻ്റെ കൂടി നിർമ്മാണം നടന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്കറിയാലോ, ഈ ഒരു ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും അധികം മസ്ജിദുകളുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. സിത്ത സുനാമി PTTB അപ്പും അങ്ങനെ എന്തൊക്കെയോ ആണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ അർത്ഥം ചകഞ്ഞ് നമ്മൾ പോണ്ട. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് ടിക്കറ്റിൻ്റെ റേറ്റുമുള്ളത്. ഇന്ന് ഇത് അടവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറി കാണാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു ഉപകാരം ഇതുപോലെ ഇതിന് മതിലുകൾ ഇങ്ങനത്തെ ഗ്രില്ല് ടൈപ്പ് പണിതു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകൾ കാണാം. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കപ്പലിൻ്റെ ഹൈറ്റിൻ്റെ ആ ഒരു വ്യത്യാസം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. കണ്ടോ നിങ്ങൾ? ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇതൊരു ഒറിജിനൽ കപ്പലാണ്. ആ കപ്പലിനെയാണ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇവിടങ്ങളിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകളെയും കാത്ത് ഇതുപോലത്തെ ചെറിയ തട്ടുകടകളിൽ പഴം പൊരിച്ചത്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് പൊരിച്ചത്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയുണ്ട്. ഇവരൊക്കെ അതിൻ്റെ വിൽക്കുന്ന ആളുകളാണ്. അതായത് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു മേഖലയാണിത് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത 1.6 കിലോമീറ്റർ ദൂരത്തിലുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാവരും ഇന്ന് ഇപ്പം ഉച്ചയ്ക്ക് നമാസിനുള്ള ടൈമായല്ലോ, അപ്പോൾ പള്ളിയിലോട്ട് പോകുന്നതാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മുണ്ടില്ലേ, മുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. സുനാമിക്ക് മുമ്പുണ്ടല്ലോ ആദ്യമേ ഒരു ഭൂചലനമാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിന് ശേഷമാണ് സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇതിപ്പോൾ അന്നേരപ്പോൾ തകർന്ന ബിൽഡിങ് വീണ്ടും പണിതതാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇവർ വീടുകൾ പണിയുമ്പോൾ ഈ പില്ലറുകൾ വാർത്തിട്ട് വീടുകൾ പണിയാൻ ശ്രമിക്കും കേട്ടോ, ഭൂകമ്പത്തെ ചെറുക്കാൻ. അല്ലെങ്കിൽ മരം കൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് വീട് പണിയുന്നത്, അതും ഭൂകമ്പത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നടന്ന് വീണ്ടും മെയിൻ റോഡിലേക്ക് എത്തി. ഈ ഒരു മെയിൻ റോഡുകളും അന്നത്തെ ദിവസം ശരിക്കും കടൽത്തിരകൾ ആർമാദിച്ച് അത്രയും വലിയൊരു ഷിപ്പിനെ അപ്പൊക്കി അവിടെ എത്തിക്കണമെങ്കിൽ ഇവിടെയൊക്കെ ഏത് തരത്തിലായിരിക്കും തിരമാലകൾ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. നമ്മൾ വീണ്ടും അടുത്ത ബസ് സ്റ്റാൻഡ് കണ്ടു, ബസ് സ്റ്റോപ്പ് കണ്ടു. നോക്ക് നിങ്ങൾ എത്രമാത്രം ഹൈറ്റിലാണ് ഇവർ ആ ഒരു ഇത് പണിതേക്കുന്നത് എന്നുള്ളത്. എൻ്റെ അരയേക്കാൾ അതിനേക്കാൾ പൊക്കത്തിലാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. ഒരു ബസ് വരുമ്പോൾ ഞാൻ നിങ്ങളെ ബസ് കാണിച്ചു തരാം കേട്ടോ, എത്രമാത്രം ഹൈറ്റിലാണ് ഇവിടുത്തെ ബസ് ഉള്ളത് എന്നുള്ളത്. ഇവിടെ ഇങ്ങനെയാണ് ഈ റോഡ് സൈഡിൽ കൂടി നടക്കുമ്പം ഞാൻ ചിന്തിക്കുന്നത്, പെട്ടെന്നൊരു സുനാമി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ആൾക്കാരുടെ അതേ നിസ്സഹായ അവസ്ഥ ശരിക്കും എനിക്കും വരില്ലേ? കാരണം എങ്ങടാ പോകുക, എവിടെ നിന്നാണ് വെള്ളം വരുന്നത്? ശരിക്കും ഉണ്ടല്ലോ, ഈ സുനാമിയിൽ വെള്ളം മാത്രം ഒഴുകി വരുമല്ല ചെയ്യുന്നത്, അതിൻ്റെ കൂടെ കമ്പിയും മരവും ബാക്കിയുള്ള സാധനങ്ങളും അങ്ങനെ പലതും കൂടി ഒരുമിച്ചാണ് വരിക. ശരിക്കും വെള്ളം കുടിച്ചല്ല ആളുകൾ മരിക്കുക, ഈ സാധനങ്ങളൊക്കെ വയറ്റിലും മറ്റും കുത്തി കയറിയാണ് കേട്ടോ മരിക്കുക. പേടിയായി തുടങ്ങിയല്ലോ ദൈവമേ. മെയിൻ വഴിയിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു ഡീവിയേഷൻ എടുത്ത് ഉൾഭാഗത്തേക്ക് കയറാം. ഞാനിപ്പം പറഞ്ഞ എൻ്റെ ഒരു ടെൻഷനുകളില്ലായിരുന്നോ, ആ ടെൻഷനുകൾക്ക് ഏകദേശം 21 വർഷത്തോളം അതിൽ കഴിഞ്ഞിട്ട്
അപ്പോൾ ടെൻഷൻ ഇവിടെയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നിരിക്കാം. അത് പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവട്ടെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാനായിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ടെൻഷനുകൾക്കുള്ള പരിഹാരം കാണാൻ പറ്റും. ഈ കാണുന്ന ടവർ കണ്ടോ നിങ്ങൾ? ഇതുണ്ടല്ലോ സുനാമി എയർലി ഡിറ്റക്ഷൻ വാർണിംഗ് സിസ്റ്റമാണ് കേട്ടോ. അതായത് ഈ ഒരു സുനാമി കടലിൻ്റെ അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മുമ്പേ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് അത് പിന്നീട് ഇവിടെയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആ ഒരു സിസ്റ്റം, അതിൻ്റെ ഒരു സെൻസറും മൈൻഡ് മറ്റ് സാധനങ്ങളൊക്കെയാണ് അത് കാണുന്നത്. ഈ ഒരു നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ സിസ്റ്റങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുമായി കണക്ട് ചെയ്തേക്കുന്ന ഇപ്പോൾ സൗണ്ടാണ് മെയിനായിട്ട് വരിക കേട്ടോ, ഈ ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് പോലെയുള്ളത്. അങ്ങനെയുള്ള ആ ഒരു സ്പീക്കറുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ലൗഡ് സ്പീക്കർ ഈ സംവിധാനം ഇല്ലേ, ഈ ഒരു സംവിധാനമൊക്കെ ശരിക്കും പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം മുൻപേ ആളുകൾക്കറിയാം ഇങ്ങനെ ഒരു സുനാമി വേവ് വരാൻ പോകുന്നു എന്ന്. അപ്പം ആളുകൾക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ പറ്റും കേട്ടോ. അന്ന് 2004 ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊരു സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഈ ഒരു ബോർഡിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. അത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ഭാഷയാണ് കേട്ടോ എഴുതിയേക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഇന്തോനേഷ്യയിലെ ഭാഷകളുടെ ലിപി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. ഇവർക്ക് സ്വന്തമായൊരു ലിപിയില്ല. കൂടാതെ ഇതുണ്ടല്ലോ സാറ്റലൈറ്റുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ ആ ഒരു ആൻറ്റിനകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ബാക്കിയുള്ള മേഖലകളിലോട്ടും അപ്പം പെട്ടെന്ന് തന്നെ വിവരങ്ങൾ കൈമാറാൻ പറ്റും. ശരിക്കും നമുക്ക് നമ്മളുടെ ഇന്ത്യയിലും ഇതുപോലുള്ള സുനാമി വാർണിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ രാജ്യം ഈ ഒരു കാലാവസ്ഥ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ നേരിടാനായിട്ട് ഒരുപാട് സാറ്റലൈറ്റുകൾ അയച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പം നമുക്ക് ഓരോ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ഒക്കെ ഫോണിലൊക്കെ വരുന്നില്ലേ, അതൊക്കെ ഇതിൻ്റെയൊക്കെ പിൻബലം നമുക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ശരിക്കും നമ്മളുടെ നാട് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാടും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്കും വരലില്ലേ മെസ്സേജുകൾ, ഇന്ന് ഇത്ര മണിക്കൂറിനുള്ളിൽ മഴ പെയ്യും, ഇത്രത്തോളം മഴയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു കഴിഞ്ഞൊരു 2018 ശേഷമാണ് അത് കുറച്ചും കൂടി തീവ്രമായത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം മുതലാണ് അത് ശരിക്കും നല്ല രീതിക്ക് നമുക്കും കിട്ടിത്തുടങ്ങിയത്. എന്തായാലും ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടതാണ് എന്ന് അഭിപ്രായം നിങ്ങൾക്കില്ലേ? നമ്മൾ അടുത്തതായി വന്നേക്കുന്നത് ഇവിടുത്തെ ഈ ഒരു സുനാമി ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളെ ഒരുമിച്ചാണ് സംസ്കരിച്ചത്. ഒരു നാടിനെ മുഴുവൻ, കാരണം തിരിച്ചറിയപ്പെടാത്ത ആളുകൾ ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ചത് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അന്നേരം ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് സംസ്കരിച്ച ഈ ഒരു മേഖലയിലേക്കാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, അന്നത്തെ ആ ഒരു ദുരന്തം നേരിൽ കണ്ട് അതിനോട് ഒരുമിച്ച് പോയ ആളുകൾ ഒരുമിച്ച് അന്ത്യവിശ്രമം അതേ ദുരന്ത മണ്ണിൽ തന്നെ ഇവിടെ നടത്തുകയാണ്. ഈ ചുവന്ന് പൂത്ത് തുടുത്ത് കിടക്കുന്ന വാഗമരത്തിന് ചുവട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു കാലത്ത് ഈ നാടിൻ്റെ സ്വന്തക്കാരായിരുന്നവർ, അവർ ജീവിതകാലം കൊണ്ട് നേടിയെടുത്ത സമ്പാദ്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് ഇതൊരു ലോക അവസാനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആയിരുന്നു. അതെല്ലാം തുടച്ച് നക്കി കൊണ്ടുപോയ സമയത്ത് അവർക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ബാക്കിയായത് ഇവിടുത്തെ ഈ കാണുന്ന മണ്ണാണ്. ശരിക്കും നമ്മളുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ, ഇത്രത്തോളമേ നമ്മൾ ജീവിതകാലം കൊണ്ട് സമ്പാദിക്കുന്ന കാര്യത്തിനെല്ലാം ആയുസുള്ളൂ. ഇത്രയും സ്ഥലം മതി മരണത്തിന് ശേഷം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് താമസിക്കാൻ എന്നുള്ളത് കാണിച്ചു തരും കേട്ടോ. ശരിക്കും ഈ ഒരു സുനാമി ബാധിതരെ അടക്കിയേക്കുന്ന ശവപ്പറമ്പും ഇവിടുത്തെ ഈ ഒരു നിശബ്ദതയും ശരിക്കും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ. ഈ ശവപ്പറമ്പിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് കണ്ട നിങ്ങൾ, അന്നത്തെ ആ ഒരു ദുരന്തത്തിൽ തകർന്നു പോയ ബിൽഡിങ്ങാണ്. അത് വീണ്ടും പ്രത്യേകിച്ച് പണിതിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ തൂണുകളുടെ കമ്പികളൊക്കെ ഇപ്പോഴും അന്ന് ഉപ്പുവെള്ളം കയറി ഇടിഞ്ഞു പോയി തുരുമ്പിച്ച് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും കാണാം. ഇവിടുത്തെ മതിലുകളിലൊക്കെ ഉണ്ടല്ലോ എന്താണ് പ്രാർത്ഥന എന്ന് എനിക്ക് അറബി വായിക്കാൻ അറിയാത്തതുകൊണ്ട് അറിയില്ല. അങ്ങനെയുള്ളത് ഈ മതിലുകളിലെല്ലാം ചുറ്റിനും എഴുതി വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടും ഇവിടെ നട്ടേക്കുന്ന അധികവും വാഗമരങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി എന്തായാലും കുറച്ച് നേരം ഞാൻ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ വിശ്രമിക്കട്ടെ. ഇന്നത്തെ ദിവസം ഇപ്പോൾ ഒരുപാട് കിലോമീറ്റർ നടന്നു കേട്ടോ, നല്ല ക്ഷീണമായി. നമ്മളങ്ങനെ നടന്ന് ഏകദേശം കടൽ തീരത്തേക്ക് അടുത്തു. കടൽ കയറി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെറിയൊരു പോർട്ട് എന്ന് പറയുന്നത്. മീൻപിടുത്ത വള്ളങ്ങളൊക്കെ വന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗം ഇവിടെയാണ്. ശരിക്കും അന്നത്തെ ആ ഒരു സുനാമിയിൽ ഇവിടങ്ങളിൽ നിർത്തിയിട്ടേക്കുന്ന ബോട്ടുകളൊക്കെയാണ് ശരിക്കും അടിച്ച്
അങ്ങ് ടൗണിലേക്ക് എത്തിച്ചേക്കുന്നത്. നമ്മൾ അവിടെ കണ്ട ആ ഒരു ഷിപ്പില്ലേ, ആ ഷിപ്പ് വന്നിട്ട് കടലിൽ കിടന്ന ഷിപ്പാണ് കേട്ടോ. അതിനെയാണ് പൊക്കി അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. കടലിനോട് ചേർന്ന ആ ഒരു ടൗൺ ഭാഗത്തിൻ്റെ ജംഗ്ഷനിലേക്ക് വന്നെത്തി. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സ്തൂപമാണ്. അതുകൂടാതെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട നിങ്ങൾ മലനിരകൾ, ഈ ഒരു ഭാഗത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. മലയും കടലും ഏകദേശം അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു ദ്വീപ് ഉണ്ടായേക്കുന്നത്. പിന്നെ നമ്മളുടെ മുമ്പിൽ കാണുന്ന ആ ഒരു കാഴ്ച ഇതുണ്ടോ, ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ, അത് ഇവിടുത്തെ ഒരു മസ്ജിദാണ്. ഈ ഒരു മസ്ജിദിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ ആ ഒരു രാക്ഷസ തിരമാലകൾ വന്നില്ലായിരുന്നോ, ആ ഒരു വന്ന സമയത്ത് ഇവിടെ നിലനിന്നിരുന്ന ഒരേ ഒരു ബിൽഡിങ്, ആ ഒരു തിരക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് ഇതാ ഈ കാണുന്ന ടവറും പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന ചെറുകിട ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ നിന്നും അടിച്ചു കൊണ്ടുപോയേ. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം നടന്ന് എല്ലാത്തിൻ്റെയും തുടക്ക സ്ഥാനത്തേക്ക്, സുനാമിയുടെ തുടക്ക പോയിന്റിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും നമുക്ക് പതുക്കെ ഇതാ ഈ ഒരു പാലത്തിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കുമ്പോൾ കടലിങ്ങനെ പുറത്തേക്ക് കിടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇന്തോനേഷ്യയുടെ വാല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഭാഗമില്ലേ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തുറക്കുന്ന ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഐലൻഡ്, 2 ഐലൻഡുകൾ കാണാം. അത് ഇന്തോനേഷ്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള സബാങ് ഐലൻഡ്. ആ സബാങ് ഐലൻഡ് അങ്ങ് ആ ഒരു ഭാഗത്തേക്കാണ്. അതുകൂടാതെ മറ്റൊരു ഐലൻഡുമാണ്. ഈ ഐലൻഡുകളുടെ ഭാഗത്ത് വെച്ചിട്ടാണ്, അതായത് സുമാത്രയുടെ വടക്കൻ ഭാഗത്തെ കടലിലാണ് ശരിക്കും ആ ഒരു ഭൂചലനം ഉണ്ടായത്. ആ ഭൂചലനത്തെ തുടർന്നാണ് ഇവിടെ വലിയൊരു സുനാമി പൊട്ടിപ്പുറപ്പെട്ടത് കേട്ടോ. ആദ്യമേ ഈ ഒരു കടലിലെ വെള്ളമൊക്കെ ഇല്ലേ, ഈ ഒരു വെള്ളമൊക്കെ ഉൾവലിഞ്ഞ് അങ്ങ് പോയി, കുറേ കിലോമീറ്റർ ദൂരത്തോളം ഉൾവലിഞ്ഞ് കടൽ മുഴുവൻ വറ്റി. അതിനുശേഷം വലിയ ഹൈറ്റുള്ള തിരമാലകളായിട്ട് ഇതിങ്ങോട്ടേക്ക് അങ്ങോട്ട് കയറി വന്നു. ചിന്തിക്കാൻ നിങ്ങൾ എത്രമാത്രം ഹൈറ്റിലാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. അങ്ങ് ആ ഒരു മരത്തിൻ്റെയൊക്കെ മേലെ ഹൈറ്റിലായിട്ട് കയറി ഈ ഒരു ടൗണിനുള്ളിലേക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറി. പിന്നെ മൊത്തത്തിൽ നക്കി തുടച്ച് അതങ്ങോട്ട് ഒരു സർവ്വ താണ്ഡവം എന്ന് പറയാം, മരണ താണ്ഡവം ആടുകയായിരുന്നു. അതിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും, അതിവിടെ മാത്രം. അതിനുശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതുകൂടാതെ അങ്ങ് ഗൾഫിൻ്റെ തീരങ്ങളിൽ വരെ അതിൻ്റെ അലയൊലികൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എത്രമാത്രം ഭീകരനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സുനാമി തിരകളെന്നും എത്രമാത്രം നാശം ഈ ഒരു ലോകത്ത് അത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്. അന്നത്തെ ആ ഒരു സുനാമിയുടെ ദിവസം ആ ഒരു തിരകൾ കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുന്നത് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിൽ പരം ഭീകരത ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ടാവാനില്ല കേട്ടോ. ഇപ്പോഴേ ഈ ഒരു പാലത്തിന് മേലെ നിന്ന് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുമത്തിയാണ്. കൊള്ളാലോ. മലയാളി മലയാളി മലയാളി. വീണ്ടും കടലിന് പാരലായിട്ടുള്ള ആ റോട്ടിൽ കൂടി നടക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു കാഴ്ചയുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ശരിക്കും ഇപ്പോൾ ഒരു പാർക്ക് പോലെയൊക്കെ, പാർക്ക് ഫുഡ് കോർട്ട് ആ ഒരു രീതിയിലൊക്കെ കൺവേർട്ട് ആയേക്കാണ്. ഇതുണ്ട്, ഇവിടെ എല്ലാം ഫുഡ് സ്റ്റാളുകളുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ വരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കും. ഇവിടെയുള്ള കാഴ്ച എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ നിങ്ങൾക്ക് അവിടെ ആ ഒരു കടൽ കണ്ടോ, കടലിൻ്റെ അപ്പുറേ ഒരു കല്ലിട്ടേക്കുന്നത് കണ്ടോ, അതിനും അപ്പുറയാണ് ശരിക്കും നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രം അതിരുകളില്ലാതെ അങ്ങനെ കിടക്കുന്നത്. അപ്പം ഇൻ ബിറ്റ്വീനായിട്ട് കടൽ തിരകൾ വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു പ്രൊട്ടക്ഷൻ വാള് പോലെ ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. തിരയൊന്നുമില്ല. ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിലും എല്ലാവരും ഇതാ ഇവിടെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ? അപ്പം ഇതാ കല്ലിട്ട് പൊക്കി അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കല്ലിട്ട് പൊക്കി അങ്ങ് ദൂരെയായിട്ട് ഇന്ത്യൻ മഹാസമുദ്രം കാണാം. അതിനെയും ഇവരുടെ തീരത്തെയും തമ്മിൽ ഇവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം. അതായത് ചെറിയ ഒരു സുനാമി തിരയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, കടലാക്രമണങ്ങളിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ച് വലുത് നമ്മളാ കണ്ട രീതിയിലുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ സബാങ് ഐലൻഡ് ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ദൂരെ കാണാം. കണ്ടെങ്കിൽ ഇതാണ് ശരിക്കും നമ്മളുടെ ഇന്തോനേഷ്യയുടെ ഏറ്റവും വടക്കുള്ള ഭാഗം. ആ ഐലൻഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഐലൻഡ് ഉണ്ടല്ലോ നമ്മളുടെ ഇന്ത്യയുമായി വളരെ അടുത്താണ് നിൽക്കുന്നത്. അത് എങ്ങനെയാണെന്നല്ലേ, അത് ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം, നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇങ്ങനെയൊരു പ്രൊട്ടക്ഷൻ വാള് ഇപ്പം ഇവിടുത്തെ കടൽ തീരങ്ങളിൽ, പ്രത്യേകിച്ച് സുനാമിയുടെ തുടക്കഭാഗമായ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ കാഴ്ചയാണ്. ഹലോ, ഞാൻ നടന്നു വരുമ്പോണ്ടല്ലോ ഇവിടെ മരത്തിൻ്റെ മേലെ ഒരാളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാവൽപ്പഴമാണ് ആൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, ഇവിടെ
എന്താ പറയുക ചേച്ചിമാരാണ് എന്ന് തോന്നുന്നു. അവരൊക്കെ ഉണ്ട്. ഇവിടെ നിറച്ച് ഞാവൽപ്പഴം ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ. വാട്ട് യു വിൽ കോൾ, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, വാട്ട് യു വിൽ കോൾ? പക്ഷേ ഇവരോട് ഇംഗ്ലീഷ് ചോദിച്ചിട്ടൊരു കാര്യമില്ല. നമ്മുടെ ഞാവൽപ്പഴത്തിന് ഇവരുടെ പേര് വന്നിട്ട് ജംബ്ലാങ്, ജംബ്ലൈങ് അങ്ങനെയാണ് കേട്ടോ വിളിച്ചു പറയുന്നുണ്ട് അവിടെ നിന്ന്. ഇതോ അങ്ങ് ദൂരം നോക്കിയാൽ കരയിൽ കൂടി ഒരു കപ്പൽ പോകുന്ന കാഴ്ച നിങ്ങൾ ശരിക്കും ആ ഒരു മതിലില്ല, ആ മതിലിനപ്പുറം ഇവിടുത്തെ ഒരു പോർട്ട് വരുന്നുണ്ട്. ഉളുളേ എന്നാണ് ആ ഒരു പോർട്ടിൻ്റെ പേര്. ഞാൻ അങ്ങോട്ടാണ് നടക്കുന്നത്. അതാണ് ഏറ്റവും വടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും നമ്മളുടെ ഇവിടെയുള്ള പല ഐലൻഡുകളുണ്ട്. പല ഐലൻഡുകളെയും കണക്ട് ചെയ്ത് ഷിപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. താങ്ക് യു ലെറ്റ്സ് ഗോ. ഞാൻ കൈ നീട്ടിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് റിട്ടേൺ വന്നതാണ് കേട്ടോ ആളെ. ഐ ആം ഫ്രം ഇന്ത്യ. ഇന്ത്യ, കേരള. യെസ്. ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ. ഓക്കെ, നൈസ്. ഇവിടെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയാവുന്ന ഷാരൂഖ് ഖാനെയും സൽമാൻ ഖാനെയൊക്കെയാണ് കേട്ടോ. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു പോയി. ഉള്ളിലെ പോർട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ടിന് വന്നിട്ട് 3 മണിക്കൂർ. അതുപോലെ തന്നെ സ്ലോ ബോട്ട് വന്നിട്ട് 4 മണിക്കൂറാണ് കേട്ടോ ടൈം എടുക്കുന്നത്. ചോദിച്ചു വെച്ചത് എന്തിനാണെന്നല്ലേ, കാര്യമുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. പോർട്ടിന് അവിടെ നിന്നും വീണ്ടും ഞാൻ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ നമ്മളുടെ ആ ഒരു കടൽ കയറി കിടക്കുന്ന, ശരിക്കും ഇത് ബന്ദേ ആച്ചേ നദി, ആ ഒരു നദിയുടെ ഭാഗങ്ങളാണിത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കാണാം. ശരിക്കും രണ്ടിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു റോഡ് ഇങ്ങനെ പോകുന്നത്. ഇത് കടലിൽ കൂടി തന്നെ അങ്ങനെ നീണ്ടു പോവുകയാണ്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെവിടെയാണ് എന്നുള്ളത് തപ്പിയാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ മലകളുടെ ബാഹുല്യം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കണ്ട ഈ ഒരു കടലിൻ്റെ തീരത്ത് നമുക്ക് അങ്ങോട്ടേക്ക് മാറി ആ ഒരു ഭാഗത്തെല്ലാം വലിയ മലനിരകളാണ്. ശരിക്കും നമ്മുടെ പശ്ചിമഘട്ടം പോലെ തന്നെ ഒരു ഭാഗം നിറയെ മലനിരകൾ നിൽക്കുന്നു. അതിനു മേലെ മഴമേഘങ്ങളൊക്കെ വന്ന് മൂടുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒരു 30 ഡിഗ്രി ചൂടാണെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ തണുപ്പായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ തപ്പി വന്ന സാധനം ഇവിടെയുണ്ട്. പക്ഷേ അതിന് പോകാനായിട്ട് ഞാൻ ഉണ്ടല്ലോ പുഴ നീന്തി കിടക്കേണ്ടി വരും. അങ്ങ് ദൂരെയായിട്ട് ആ ഒരു മലയുടെ താഴെ കണ്ടോ നിങ്ങൾ, വലിയൊരു, എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ബിൽഡിങ് കണ്ടോ നിങ്ങൾ. ശരിക്കും ഇതാണ് കേട്ടോ സുനാമിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയെടുത്തൊരു ബിൽഡിങ്. സുനാമി തിരകൾ വരുന്ന സമയത്ത് എയർലി വാർണിംഗ് സിസ്റ്റം ആ ഒരു വാർണിങ്ങുകൾ പുറപ്പെടുവിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു ചുറ്റുപരിസരങ്ങളിലുള്ള ആളുകളെല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തണം. അത് അത്യാവശ്യം വലിയൊരു 4 നില ബിൽഡിങ്ങോളം ഹൈറ്റുള്ള പല തൂണുകളിലായിട്ട് നിൽക്കുന്ന ബിൽഡിങ്ങാണ്. അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നിങ്ങൾ കാണുന്നത് ഓടി മേലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനാണ് കേട്ടോ. സ്റ്റെപ്പുകളല്ല, ശരിക്കും ചെരിച്ച് പണിതേക്കുന്നതാണ്. അപ്പം അതുവഴി അതിൽ കയറി വേണം ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം പേടി കൂടാതെ കഴിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്ത് അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു മതിലുകൾ, സുനാമി തിരകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാറ കൊണ്ടുണ്ടാക്കിയ ആ ഒരു മതിൽ പോലുള്ള ഭാഗങ്ങളില്ലേ, ആ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ആ ഒരു സമുദ്രത്തിന് അഭിമുഖമായിട്ട് പണിത, അതിന് നടുക്കേ കൂടി ഒരു റോഡും പണിത കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. ശരിക്കും ഒരു പരിധി വരെയുള്ള തിരകളെയൊക്കെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേങ്കിൽ അന്നത്തെ കാലത്ത് വന്ന പോലുള്ള തിരകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇത് വേലി ഇറക്ക സമയമാണ്, അതുകൊണ്ടാണ് ഈ ഒരു പുഴയിലൊന്നും നമുക്ക് വെള്ളം കാണാത്തത്. അവിടെ നിന്നൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വീണ്ടും വെള്ളം കയറി വരുമ്പം അത്യാവശ്യം വലിയൊരു നദി പോലെ തന്നെ ഇത് ഫീൽ ചെയ്യുവേ. ആ കാണുന്ന ദൂരങ്ങളൊക്കെ താണ്ടി ഇതിൻ്റെ പാരലൽ വഴിയെ നടന്ന് ഞാനിപ്പം നമുക്ക് ഏറ്റവും ഹൈറ്റിൽ ഇവിടെ നിന്നും കടലിനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ കടൽ തീരത്തിനുള്ള ആ ഒരു എങ്ങനെയാണ് ഭൂപ്രകൃതി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതുകൊണ്ട് നമ്മൾ കുറേ മലനിരകൾ ഇങ്ങനെ ചുറ്റിനുമുണ്ട്. അതിനിടയ്ക്ക് ഒറ്റപ്പെട്ട ചെറു ദ്വീപുകളും നമുക്ക് കാണാം. അതിനോട് ഉൾവലിഞ്ഞിങ്ങനെ കയറി നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. ഇവിടെ നിന്നും അങ്ങോട്ടേക്കൊക്കെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. നമ്മളുടെ സബാങ് ഐലൻഡ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും കേട്ടോ. ഇതാണ് സബാങ് ഐലൻഡ്. പിന്നെ നമ്മളുടെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരുന്നത് ഇവിടെ നിന്നും ആ ഒരു ഭാഗത്തേക്കായിട്ടാണ്. ഒരു പൊട്ടിക്ക് ഇംഗ്ലീഷ് അറിയാത്ത നാട് കേട്ടോ. ചെറിയൊരു ഒരു ഒരു വാക്ക് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല പാടാണ്. അടുത്ത ബൈക്ക് കിട്ടി, കൈ നീട്ടി. അപ്പോൾ അങ്ങോട്ടാണെന്ന് കൈകൊണ്ട് അങ്ങ് കാണിച്ചു. ഓക്കെ, സെറ്റ്. ആളിവിടെ നിന്നും അങ്ങോട്ട് തിരിഞ്ഞു പോയി. എനിക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ജംഗ്ഷൻ വരെ എത്തിയല്ലോ.
അതിന് വലിയ കാര്യം. ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ ലോക്കൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇതാ ഇങ്ങനെയാണ് വന്നെടുക്കുക. ഇത്ര അധികം ഹൈറ്റ് ഉണ്ട്. ഈ ഡോറ് ഓപ്പൺ ആകും. മസ്ജിദ് സൈഡ്, മസ്ജിദ് ഓക്കെ. അപ്പോൾ കാലിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കയറാൻ കേട്ടോ. ഓക്കെ, ലോ ഫ്ലോർ അല്ല, ഹൈ ഫ്ലോറാണ് വരുന്നത്. ബസ്സിലുണ്ടല്ലോ ഞാനും പിന്നെ വണ്ടി ഓടിക്കുന്ന ആളും പിന്നെ ഇദ്ദേഹം ഇതിൻ്റെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന തോന്നുന്നു ഇദ്ദേഹമാണുള്ളത്, ബാക്കി ആളുകളൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ് സർവീസ് ഈ നാട്ടിലെ ആളുകൾക്ക് ഫ്രീ ആണ്. ഇതിന് പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സർവീസ് നടത്തുന്ന ബസ്സിൽ കയറുന്നത്. അതായത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് ചാർജ് ചെയ്യില്ല. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റിയിലൂടെ സർവീസ് നടത്തുന്ന ഈ ഒരു ബസ്സിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, സിറ്റിക്കുള്ളിൽ കേട്ടോ. നമ്മൾ നേരെ ബന്ദാച്ചയുടെ മാർക്കറ്റ് ഏരിയയിലേക്കാണ് വന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിറങ്ങിയ ആ ഒരു മാർക്കറ്റിലായിരുന്നു, അതേ മാർക്കറ്റ് ഏരിയ. നമ്മൾ താമസിക്കുന്ന നമ്മളുടെ ഹോട്ടലുള്ള മാർക്കറ്റ് ഏരിയ. അത്യാവശ്യം നല്ല തിരക്കാണ്. ഈ ഒരു മാർക്കറ്റ് ഏരിയയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ഏരിയ മൊത്തം അന്നത്തെ ആ ഒരു തിരമാലകൾ തുടച്ച് നീക്കിയിരുന്നു കേട്ടോ. ഇവിടങ്ങളിൽ കാണുന്ന ഓരോ ബിൽഡിങ്ങുകളുടെ ഉള്ളിലുള്ള സാധനങ്ങൾ മുഴുവൻ അടിച്ച്, അതും രണ്ട് വശത്തു നിന്നാണ് തിരകൾ വന്നത്. രണ്ട് വശത്തു നിന്ന് തിരകൾ വരാൻ വേണ്ടിയിട്ട് ഒരു കാരണം കൂടിയുണ്ട്. ഇതാ അങ്ങ് ദൂരെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ ബന്ദാച്ച നദി കറങ്ങി അതിലെയാണ് വരുന്നത്. അപ്പം ആ ഒരു ബന്ദാച്ച നദി വഴി വന്ന വെള്ളവും അതുകൂടാതെ കടലിൽ നിന്ന് ഡയറക്റ്റ് അടിച്ച് കയറിയ വെള്ളവും രണ്ടും കൂടി ഇവിടെ വന്ന് സംഹാര താണ്ഡവമാടുകയാണ് ചെയ്തത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് വന്നെത്തി. ഇതാ ബസ് സ്റ്റോപ്പ് അവിടെയുണ്ട്. അപ്പം ഓക്കെ, ത്രിമക്കാസി ഓക്കെ സ്റ്റോപ്പ് ഇവിടെയാണ് തുറന്നത്. ഇതിൻ്റെ താഴെ തന്നെ കേട്ടോ. ഇതിന് ലോ ഫ്ലോറും ഹൈ ഫ്ലോറും ഉണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്തായാലും ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഫ്രീ ആയിട്ടുള്ള ഒരു ബസ് സർവീസിൽ എന്താ പറയുക, ഒരു നാട്ടിൽ കൂടി സർവീസ് നടത്തുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ പറ്റി. സന്തോഷം. ഇങ്ങോട്ട് വന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സുനാമി ദുരന്തങ്ങൾക്കൊക്കെയും സാക്ഷിയായ വലിയൊരു നിർമ്മിതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നു. മസ്ജിദ് റയ ബൈത്ത് റഹ്മാൻ കേട്ടോ. ഈ കാണുന്ന ശരിക്കും ബന്ദാച്ചയുടെ ലാൻഡ്മാർക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു വലിയ നിർമ്മിതി അന്നത്തെ ആ ഒരു സമയത്ത് ശരിക്കും ഇവിടെയുള്ള ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഒന്ന് ഈ ഒരു നിർമ്മിതിയായിരുന്നു. പിന്നെ ഇവിടെ മുമ്പ് കാലത്തുണ്ടായിരുന്ന ഒരു നിയമം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു മസ്ജിദിൻ്റെ മകുടമില്ല, ഇതിനും മുകളിലായിട്ടുള്ള നിർമ്മിതികളൊന്നും ഇവിടെ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത്. അതെല്ലാം പിന്നീട് മാറി. എന്തായാലും നമ്മളുടെ 2004 ആ ഒരു സുനാമി ദുരന്തം വന്ന സമയത്ത് അന്ന് ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റുകളും ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഒക്കെ തച്ചുടച്ച് സുനാമി തിരകൾ കടന്നുപോയ സമയത്ത് എല്ലാം വന്ന് നിന്നത് ഇതാ ഈ ഒരു മസ്ജിദിന് ചുറ്റുവട്ടത്തായിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ന്യൂസുകളിലും മറ്റും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കറുത്ത മകുടങ്ങളുള്ള ഒരു പള്ളിയും അതിന് ചുറ്റുമായിട്ട് കടൽ തിരകൾ അലയടിക്കുന്ന കാഴ്ചയെ. എന്തായാലും ഉണ്ടല്ലോ, ഈ ഒരു മസ്ജിദിൻ്റെ മുമ്പിൽ വന്ന് ഇവിടുത്തെ വിവരണങ്ങൾ കൂടി പറയാതെ ഒരിക്കലും ഈ ഒരു ബന്ദാച്ചയുടെ സുനാമിയുടെ ബാക്കി കാഴ്ചകൾ പൂർണ്ണമാകില്ല കേട്ടോ. ശരിക്കും ആ ഒരു വലിയ ദുരന്തത്തെ നേരിട്ട് നോക്കിക്കണ്ട് അന്നത്തെ ഒരു ദുരന്തത്തിൽ ഇവിടെ വലിയ കേടുപാടുകളൊന്നും പറ്റാതിരുന്ന ഒരേ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് ഈ റയ മസ്ജിദാണ്. എന്തായാലും ആ വലിയ ദുരന്തത്തിൽ നിന്നും ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ ദൈവങ്ങൾക്ക് അവരെയൊന്നും സഹായിക്കാൻ സാധിച്ചില്ല. പിന്നീട് മനുഷ്യർ കൂട്ടായി ചേർന്ന് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നിർമ്മിച്ച് ഇവിടെ ഇന്നും ശാന്തിയോടെ ജീവിച്ചു പോരുന്നു. ചിലപ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവർത്തികൾക്ക് ദൈവം അവനെ ശിക്ഷിച്ചതുമാകാം. വിശ്വാസങ്ങൾ എന്തുമാകട്ടെ, എല്ലാവരുടെയും വിശ്വാസം അവനവനെ രക്ഷിക്കട്ടെ. ഏതു മഹാദുരന്തത്തെയും അതിജീവിക്കാനുള്ള കഴിവ് മനുഷ്യരാശിക്ക് ഉണ്ട് എന്നുള്ളത് ഇന്ന് പൂർവ്വസ്ഥിതിയിലായ ബന്ദാച്ച നഗരം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നു. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.